ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാവർക്കും ഇക്വിറ്റി മാക്സ് റിസർച്ചിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് 21 ഏപ്രിൽ 2025 തിങ്കളാഴ്ച. എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ആയ ഒരു ദിവസം ആശംസിക്കുന്നു. നമുക്ക് മാർക്കറ്റ് അപ്ഡേറ്റ്സിലേക്ക് കിടക്കാം. നമുക്ക് ഇന്നത്തെ മാർക്കറ്റ് അപ്ഡേറ്റിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമുക്ക് കഴിഞ്ഞ ട്രേഡിംഗ് ദിവസത്തെ മാർക്കറ്റിനെ പറ്റി ജസ്റ്റ് ഒരു അനാലിസിസ് നമുക്ക് നടത്താം. കഴിഞ്ഞ ട്രേഡിംഗ് ദിവസം, അതായത് വ്യാഴാഴ്ച, വളരെ നല്ലൊരു ബുള്ളിഷ് റാലി ആയിരുന്നു ഇന്ത്യൻ മാർക്കറ്റിൽ നടന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ നമുക്ക് നിഫ്റ്റിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ നിഫ്റ്റി 414 പോയിന്റ്, അതായത് 1.7%, 1.7% ഹൈക്കായിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ബാങ്ക് നിഫ്റ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ 1772 പോയിന്റ്, അതായത് 2.2% പോസിറ്റീവിലാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോ നമ്മൾ സെൻസെക്സിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ 1508 പോയിന്റ്, അതായത് 1.96% ആണ് ഹൈക്കില് സെൻസെക്സ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതിനകത്തൂടെയൊക്കെ നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു റാലി ആയിരുന്നു കഴിഞ്ഞ വ്യാഴാഴ്ച ഇന്ത്യൻ മാർക്കറ്റിൽ നടന്നിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ സെക്ടേഴ്സ് തലത്തിൽ നോക്കുവാണെങ്കിൽ ഇപ്പൊ ഫിൻനിഫ്റ്റി ഓൾ ടൈം ഹൈയിലാണ് ഇപ്പൊ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ബാങ്ക് നിഫ്റ്റി നിയർ ഓൾ ടൈം ഹൈയിലുമാണ് ഇപ്പൊ നിലവിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കിപ്പോ FISന്റെ കഴിഞ്ഞ 3 ദിവസത്തെ നമുക്ക് ടോട്ടൽ എടുത്ത് നോക്കുവാണെങ്കിൽ FISന്റെ ഭാഗത്ത് നിന്ന് 14,670 കോടിയുടെ ബൈ മാത്രമാണ് വന്നിട്ടുള്ളത്. അപ്പൊ നല്ല രീതിയിലുള്ള ഒരു ശക്തമായ ഒരു ബൈങ് ആണ് FISന്റെ ഭാഗത്ത് നിന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ വന്നിട്ടുള്ളത്. അതേപോലെ നമ്മൾ നോക്കുവാണെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം നോക്കുവാണെങ്കിൽ ഡോ ജോൺസ് കഴിഞ്ഞ വ്യാഴാഴ്ച ക്ലോസ് ചെയ്തത് നെഗറ്റീവിലാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും ഇന്ത്യൻ മാർക്കറ്റ് നല്ലൊരു ബുള്ളിഷിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ മറ്റ് ഗ്ലോബൽ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കുവാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിൽ നല്ലൊരു സ്ട്രെങ്ത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്കറിയാം, അടുത്ത ഒരാഴ്ചത്തേക്ക് നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഇത്ര ദിവസത്തെ ഒരു നല്ല ലോങ് ബുള്ളിഷ്നെസ് ക്യാൻഡിൽ വരുമ്പോഴേക്കും അടുത്ത ഒരാഴ്ച ഒരു സൈഡ് വേസ് മാർക്കറ്റ് എന്ന രീതിയിലായിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്. മുമ്പത്തെ നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിൽ പല ഇങ്ങനത്തെ ഒരു ക്യാൻഡിൽസ് വരുമ്പോഴെല്ലാം നമുക്ക് കാണാൻ സാധിച്ചത് അടുത്ത ഒരാഴ്ചത്തേക്ക് ഒരു മോഡറേറ്റ് ആയിട്ട് ഒരു സൈഡ് വേസ് മാർക്കറ്റിലേക്കായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം ഇനിയും വരുന്ന ഒരാഴ്ച നമുക്ക് ചിലപ്പം ഒരു സൈഡ് വേസ് രീതിയിലേക്കായിരിക്കും മാർക്കറ്റിന്റെ ഒരു മൂവ്മെന്റ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു കഴിഞ്ഞ ആഴ്ച നമുക്ക് ഈ വരുന്ന ഒരു 2 ദിവസം മുമ്പ് തന്നെ നമുക്ക് കുറെ ബാങ്കിങ് സെക്ടേഴ്സിന്റെ ഒക്കെ റിസൾട്ട് പബ്ലിഷ് ചെയ്തിരുന്നു. അപ്പൊ അതിൽ തന്നെ നമുക്ക് പറയുവാണെങ്കിൽ HDFC ബാങ്ക്, ICICI ബാങ്ക്, യെസ് ബാങ്കിന്റെ ഒക്കെ റിസൾട്ട് നല്ല പോസിറ്റീവ് ആയിട്ടാണ് റിസൾട്ട് പബ്ലിഷ് ആയിട്ടുള്ളത്. അത് നമ്മൾ ഓരോ ബാങ്കിന്റെ നമ്മൾ ഇതെടുത്ത് നോക്കുവാണെങ്കിൽ നമുക്കറിയാം, യെസ് ബാങ്കിന്റെ റിസൾട്ട് ഇയർ ഓൺ ഇയർ നമ്മൾ നോക്കുവാണെങ്കിൽ 63% ഹൈക്കിലാണ് നമുക്ക് യെസ് ബാങ്കിന്റെ കാണാൻ പറ്റുന്നത്. അതേപോലെ തന്നെ HDFC ബാങ്കിന്റെ റിസൾട്ട് പബ്ലിഷ് ആയി, അത് 6.7% ഇയർ ഓൺ ഇയർ ഹൈ ആണ് വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ICICI ബാങ്കിൻ്റെത് 18% ഇയർ ഓൺ ഇയർ ഹൈ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതേപോലെ ഈ ബാങ്കിങ് സെക്ടറിൽ ഏറ്റവും ടോപ്പ് ബാങ്കായ, ഇന്ത്യയിലെ തന്നെ പ്രൈവറ്റ് ബാങ്കുകളിൽ ഏറ്റവും ടോപ്പ് ബാങ്കായ HDFC ബാങ്ക് 6.7% ഹൈ ചെയ്തത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. ബാങ്കിങ് സെക്ടേഴ്സിൽ തന്നെ നല്ലൊരു ബുള്ളിഷ്നെസ് നമുക്ക് ഈ ഒരു ഇതോടുകൂടി കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലൊക്കെ നല്ലൊരു റാലി കൊണ്ടുവരാൻ HDFC ബാങ്ക് സഹായിക്കുന്നുണ്ട്. അതേപോലെ നമ്മൾ കഴിഞ്ഞ വ്യാഴാഴ്ചത്തെ FIDA ഡാറ്റ എടുത്ത് നോക്കുവാണെങ്കിൽ നമുക്ക് FISന്റെ ഭാഗത്ത് നിന്ന് 4,668 കോടിയുടെ ബൈങ് ആയിരുന്നു വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ DISന്റെ ഭാഗത്ത് നിന്ന് 2,006 കോടിയുടെ സെല്ലായിരുന്നു വന്നിട്ടുള്ളത്. ഓവറോൾ നമ്മൾ നോക്കുവാണെങ്കിൽ 2,662 കോടിയുടെ ബൈ ആണ് കഴിഞ്ഞ വ്യാഴാഴ്ച ഇന്ത്യൻ മാർക്കറ്റിൽ നടന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ ഗ്ലോബൽ മാർക്കറ്റിൽ വെച്ച് നോക്കുമ്പോൾ ഈ ക്രൂഡ് ഓയിലൊക്കെ US മാർക്കറ്റിൽ 3% ഹൈ ആയിരുന്നു കഴിഞ്ഞ ട്രേഡിംഗ് ദിവസം അവിടെ നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ക്രൂഡ് ഓയിലൊക്കെ നല്ലൊരു ബുള്ളിഷ്നെസ് തന്നെയാണ് ഇപ്പൊ നമുക്ക് ഓവറോൾ കാണാൻ സാധിക്കുന്നത്. ഇനി അതേപോലെ തന്നെ നമുക്ക് ക്യാപ്റ്റൻ ടെക്നോകാസ്റ്റ് എന്ന് പറഞ്ഞ കമ്പനീസിന്റെ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. 1:1 ആണ് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. അതേപോലെ നമുക്ക് കഴിഞ്ഞ വ്യാഴാഴ്ച ടോപ്പ് മൂവേഴ്സ് ആൻഡ് ലൂസേഴ്സിനെ പറ്റി നോക്കുവാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും. ടോപ്പ് മൂവേഴ്സ് ആയിട്ട് ചെയ്തിട്ടുള്ളത് എറ്റേണൽ അഥവാ സൊമാറ്റോ. മുമ്പ് സൊമാറ്റോ എന്ന് അറിയപ്പെടുന്ന കമ്പനിയാണ്, ഇപ്പൊ എറ്റേണൽ എന്ന് അറിയപ്പെടുന്നത്. അത് 4.2% ഹൈയിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് ICICI ബാങ്ക് 3.7% ഹൈയില്. അതേപോലെ തന്നെ ഭാരതി എയർടെൽ 3.65% ഹൈയിലുമാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അതേപോലെ നമ്മൾ ഇനി ടോപ്പ് ലൂസേഴ്സിനെ പറ്റി നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും, വിപ്രോ 4.3% നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഹീറോ മോട്ടോകോർപ്പ് 0.27%. അതിനുശേഷം JSW സ്റ്റീൽ 0.2% നെഗറ്റീവിലും. അപ്പം വലിയൊരു ലോസ് ഒന്നും നമുക്ക് പറയാനില്ല. ചെറിയൊരു വിപ്രോ മാത്രമേ ഉള്ളൂ ഒരു 4%ഓളം
ഇറങ്ങിയിട്ടായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. ബാക്കിയുള്ളതെല്ലാം ഒരു ചെറിയൊരു 0.2% മാത്രമേ ഉള്ളൂ ഒരു നെഗറ്റീവിൽ ക്ലോസ് ചെയ്തിട്ടുള്ളൂ. ഓവറോൾ ഇന്ത്യൻ മാർക്കറ്റിന്റെ സ്ട്രക്ചർ നോക്കാൻ നേരത്ത് ഭയങ്കര ഒരു ബുള്ളിഷ്നെസ് തന്നെയാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. അതേപോലെ നമ്മൾ ഇന്നത്തെ ദിവസവും അതേപോലെ ഈ ആഴ്ചയൊക്കെ നമ്മൾ ഇൻട്രാഡേയിലൊക്കെ ട്രേഡ് ചെയ്യുന്നവർ സൂക്ഷിക്കുക. കാരണം കഴിഞ്ഞ ആഴ്ച ഇത്രയും ഒരു ഹൈയില് ക്യാൻഡിൽസ് എല്ലാം ഫോം ചെയ്തു. അപ്പം ഈ ഒരു ആഴ്ച നമുക്ക് ചിലപ്പോൾ ഒരു സൈഡ് വേസ് മാർക്കറ്റ് ആയിരിക്കും കാണാൻ സാധിക്കുന്നത്. അപ്പം ലോങ് റണ്ണിലേക്കൊക്കെ പോകുന്നവർ മാർക്കറ്റിനെ പറ്റി നല്ല രീതിയിൽ നോക്കിയിട്ട് മാത്രം ട്രേഡുകളിലേക്കൊക്കെ കിടക്കുക. പ്രത്യേകിച്ച് ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്നവർ സൂക്ഷിക്കുക. കാരണം മാർക്കറ്റ് നല്ല രീതിയിലുള്ള ഒരു മൂവ്മെന്റ് തന്നിട്ടില്ലെങ്കിൽ നമുക്കതൊരു നമ്മുടെ ഫണ്ട് അവിടെ ബ്ലോക്ക് ആവുമായിരിക്കും ചെയ്യുക. ഇത്രയേ ഉള്ളൂ. അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതലായിട്ട് എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റിൽ രേഖപ്പെടുത്താവുന്നതാണ്. അതേപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. ദാറ്റ്സ് ഓൾ. സൈനിങ് ഓഫ്, ജോപ്പി മാർക്കോസ്.